അസ്സലാമലൈക്കും. കേട്ടോന്നൊരു സംശയം. അപ്പം എന്തൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും കുടുംബത്തിനും അൽഹംദുലില്ലാ സുഖം തന്നെയാണ്. അങ്ങനെ പോണു. അപ്പം ഇന്ന് ഞാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട പറഞ്ഞാൽ എനിക്ക് പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയിട്ടോ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ എന്ന് എനിക്കറിയില്ല. ഞാൻ റംസാനിലാണ് തോന്നുന്നുണ്ട്, കഴിഞ്ഞ റംസാനിലൊരു വീഡിയോ, ചെറിയൊരു വീഡിയോ, ഒരു ഷോർട്സ് വീഡിയോയുടെ അത്രയൊക്കെ ഉള്ളൂ, ഒരു 2-3 മിനിറ്റ് ഉണ്ടാവും തോന്നുന്നു. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ കുറേ ആയല്ലോ, അപ്ലോഡ് ചെയ്തിട്ട് കുറേ ആയല്ലോ. ഒരു നോലുമ്പിലാണോ നോലുമ്പിൻ്റെ മുമ്പേണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഏതായാലും ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന് ഇപ്പോൾ ഒരു 4 ദിവസം മുമ്പേ എനിക്കൊരു മെസ്സേജ് വന്നു. മെസ്സേജിൻ്റെ വിവരമൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് എനിക്കത് കണ്ടപ്പോൾ വല്ലാത്തൊരു കൗതുകം തോന്നിയിട്ടാണ്. കൗതുകം എന്ന് വെച്ചാൽ കൗതുകമല്ല, കൗതുകം എന്ന് പറയാൻ എനിക്കത് കൗതുകമായിട്ട് തോന്നിയാലും പിന്നീടാണ് എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലായത്. അപ്പോൾ ഒരു മുട്ടായി കൊടുക്കലിൻ്റെ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത്. ഒരു ക്രൈം കൊടുന്നിട്ട് നമ്മളെ എന്താ പറയണത്, മറ്റേ മുംതാസിന് വേണ്ടി താജ്മഹൽ കെട്ടി വെച്ചിട്ടില്ലേ, എന്നാൽ മാതിരി അതിൻ്റെ മിനാരം മാതിരിയുള്ള ഒരു സാധനത്തിൽ രൂപകൽപ്പന ചെയ്തൊരു മുട്ടായി കൊടുക്കുന്നു. ചെക്കനും പെണ്ണും അത് ഏറ്റു വാങ്ങാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ മനുഷ്യനെ കൊണ്ട് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു ക്രെയിനാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇട്ടിട്ട് കുറേ നാളായി. അതിനെ സംബന്ധിച്ചാണ് എനിക്കൊരു മെസ്സേജ് വന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചോനെ, ഏതെങ്കിലും മനുഷ്യന്മാർ, കാരണം ഞാനത് അപ്ലോഡ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചെങ്കിൽ, ആ ഒരു മുട്ടായി കൊടുക്കുന്ന ചടങ്ങുണ്ടെങ്കിൽ ഇന്ന് പല മനുഷ്യന്മാർക്കും പല പാവപ്പെട്ട മനുഷ്യന്മാർക്കും കയറിക്കിടക്കാൻ ഒരു വീടുണ്ടാക്കാം. അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ആർഭാടമായിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളവർ ചെയ്യും, അവർ ചെയ്യട്ടെ, ഞാൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞല്ല. പക്ഷെ ആ വീഡിയോ വിട്ടതിന് എനിക്കൊരു മെസ്സേജ് വന്നു. അതെൻ്റെ മനസ്സിൽ അവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ വിശദീകരണമൊക്കെ ഞാൻ പിന്നീട് പറയട്ടെ നിങ്ങളോട്, ബാക്കിയും കൂടി അറിയട്ടെ എന്നിട്ട്. അപ്പോൾ ഞാനതിങ്ങനെ ആലോചിച്ച് ഈ വീഡിയോ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ ഒരു മൗലവി പ്രസംഗിക്കുന്നത്. കാരണം ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കിട്ടോ. ആ വീഡിയോ ഡിലീറ്റ് ആക്കേണ്ടി വന്നു എനിക്ക്. അപ്പോൾ ഞാൻ മാത്രമല്ല, അത് ചെയ്യാനും അത് പറയാനും അതിനെപ്പറ്റി എടുത്തെടുത്ത് പറയാനും നമ്മളെ പണ്ഡിതന്മാരിൽ അതേത് വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ എന്നാലും അത് പറയുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞപ്പം എനിക്ക് വല്ലാത്തൊരു സമാധാനം, സന്തോഷം തോന്നി. പറഞ്ഞതാരാന്ന് ഞാൻ പറഞ്ഞ ഷിഹാബ് എടക്കര, മൗലവി ഷിഹാബ് എടക്കര. അപ്പോൾ ഈ ഉസ്താദാണ് പറയണത്. അപ്പോൾ അത് ഏത് വിഭാഗം ആയിക്കോട്ടെ, അപ്പം ഞാൻ പറയണത് ഏത് ജാതി മതം ആയിക്കോട്ടെ, പറയുന്ന കാര്യം സത്യസന്ധമാണെങ്കിൽ അത് നമുക്ക് ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. ആര് പറയണമെന്നല്ല, പറയുന്ന വിഷയം എന്താണെന്നുള്ളതാണ്. അപ്പോൾ എനിക്കതിൽ വല്ലാത്തൊരു സന്തോഷം, സമാധാനവും തോന്നി. കാരണം ആ ഉസ്താദ് പറഞ്ഞ് ഇതിനെപ്പറ്റി പറയാൻ ആരുമില്ലല്ലോ, ആരും പറയുന്നില്ലല്ലോ. ആരും ഇല്ലാഞ്ഞിട്ടല്ലോ ഉസ്താദേ, എല്ലാവരും പറയുന്നുണ്ട്. അനുസരിക്കാൻ നമ്മളെ ജനങ്ങൾ തയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കൊക്കെ ഒരു 10, 17, 18 വയസ്സൊക്കെ ഉള്ള സമയത്ത് പെൺകുട്ടികളെ കാണാൻ വേണ്ടി വരുമ്പോൾ അന്ന് കൊണ്ടുവരുന്ന മുട്ടായി എന്താണെന്ന് വെച്ചാൽ ഒരു 10-50 ഉറുപ്പ്യേൻ്റെ ഒരു പാക്കറ്റ് മുട്ടായി. അത് കൊണ്ടുവന്നിട്ട് നമ്മളെ സാധാ കടയിൽ കിട്ടുന്ന 50 ഉറുപ്പ്യേൻ്റെ ഒരു പാക്കറ്റ് മുട്ടായി അത് കൊടുന്നിട്ട് ഈ പെൺകുട്ടിക്ക് കൊടുക്കും. അതും ആര് കൊടുക്കും? ചെക്കൻ്റെ പെങ്ങന്മാരോ അല്ലെങ്കിൽ ഉമ്മയോ അല്ലെങ്കിൽ അമ്മായിമാരോ, ഇവരെല്ലാവരും കൂടി കൂടിയിട്ടെന്നാ. കാരണം ഞങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഒരു തെളിവായിട്ട് അത് കൊടുക്കും. അതിൻ്റെ മുമ്പൊക്കെ നമുക്കറിയാം, എൻ്റെ വളരെ ചെറുപ്പത്തിലൊക്കെ ഒരു ഗ്ലാസ് വെള്ളമോ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് വിടുന്ന പതിവായിരുന്നു. പിന്നീടാണ് ഈ മുട്ടായി കൊടുക്കൽ വന്നത്, മധുരം കൊടുക്കൽ വന്നത്. കാരണം ഇഷ്ടപ്പെട്ടു എന്നൊരു തെളിവിന് വേണ്ടി ഒരു മുട്ടായി കൊടുക്കൽ വന്നത്. ഈ മുട്ടായി കൊടുക്ക് ഇപ്പോൾ ഏതൊക്കെ കോലത്തിലാണ്
എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം. എല്ലാവർക്കും അറിയണതാണ്. ഒരു ജാഥ വരുന്ന മാതിരിയാണ് ഇപ്പോൾ മുട്ടായിട്ട് വരവ്. ഒരാൾ, രണ്ടാൾ, മൂന്നാൾ, നാലാൾ, 5 ആൾ, 6 ആൾ, 10 ആൾ, 12 ആൾ, ഇങ്ങനെ ഓരോരുത്തരെ കയ്യിലും ഓരോ വിഭവങ്ങളും വെച്ചിട്ട് ഇങ്ങനെ വരികയാണ് നമ്മളെ കുടിയിലേക്ക്. അതൊരു 10, 34, 35, അല്ലെങ്കിൽ 100, അല്ലെങ്കിൽ 200, 500, എങ്ങനെ കഴിവ്, ആ കഴിവിനനുസരിച്ചുള്ള വരവാണ് വരുന്നത്. അപ്പോൾ എനിക്കും ഈ ഉസ്താദ് പറഞ്ഞത് 100% ഞാൻ ഉസ്താദ് പറഞ്ഞതിനോട് യോജിക്കണു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ആ വീഡിയോ ഇട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ആക്കേണ്ടി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴല്ല, ഇത് മിനിഞ്ഞാന്നാണ് ഞാൻ ഡിലീറ്റ് ആക്കിയത്. മിനിഞ്ഞാന്നാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയത്. മിനിഞ്ഞാന്ന് രാവിലെയാണ് എനിക്ക് ആ മെസ്സേജ് വന്നത്. മിനിഞ്ഞാന്ന് ആ മെസ്സേജ് വന്ന് വായിച്ച ഉടൻ തന്നെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആർക്കും എന്തും ചെയ്തു കൂട്ടാം. പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. പണമുള്ളവർക്ക് എന്തും ചെയ്യാം, പക്ഷെ അതില്ലാത്തവർക്ക് എന്ത് ചെയ്യും? ആ ഉസ്താദ് വേറെയും കുറേ കാര്യങ്ങൾ കല്യാണത്തിനോടത് അനുബന്ധിച്ച്, നമ്മുടെ സമുദായത്തിൻ്റെ കല്യാണത്തിനനുബന്ധിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ചിലപ്പോൾ അതിനോടനുബന്ധിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരും, കമൻറ്റ് വരും. അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെങ്കിലും ഞാനൊരു വീഡിയോ ഇട്ടു, അതെനിക്ക് ഡിലീറ്റ് ആക്കേണ്ടി വന്നു. ആ വിഷയം തന്നെ ഇന്ന് രാവിലെ ഉസ്താദ് എന്നിട്ടതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ വളരെ ബഹുമാനവും തോന്നി, സ്നേഹവും തോന്നി ആ ഉസ്താദിനോട്. കാരണം എന്താ വെച്ചാൽ പറയുന്ന കാര്യങ്ങൾ 100% ശരിയായതുകൊണ്ട്, നമ്മൾ ഇന്ന് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമായതുകൊണ്ട്, അതുകൊണ്ടാണ് അത്രയ്ക്കും ഇത്ര ഞാൻ പറയുന്നതും എൻ്റെ വീഡിയോ ഡിലീറ്റ് ആക്കേണ്ട കാരണങ്ങൾ വന്നതും ഇതിനെ ഞാൻ ഡിലീറ്റ് ആക്കിയതും ഇങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യേണ്ടി വന്നതും. ബാക്കിയുള്ള വിഷയങ്ങൾ ഞാൻ പിന്നീട് പറയാം. ഇപ്പം ഞാൻ പറയുന്നില്ല, കാരണം ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ, എന്നിട്ട് പിന്നെ പറയാം. അപ്പം ഞാൻ ഇതുപോലെ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ സഹിച്ചില്ല. ഒരു സർവ്വസാധാരണ ഒരു കുടുംബത്തിൽ, ഞാനൊക്കെ അങ്ങനെ ജനിച്ചൊരു കുടുംബത്തിലുള്ള ഒരു അംഗമാണ്. എൻ്റെ കുടുംബം അതേമാതിരത്തുള്ള ഒരു കുടുംബമാണ്. നമുക്കൊക്കെ, ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മളെ കൊറോണ സമയത്ത് നമ്മളെ സമുദായത്തിൻ്റെ, ഏത് സമുദായത്തിൻ്റെ ആണെങ്കിലും ഒരു വിവാഹം എടുത്ത് നോക്കിയാൽ അന്നൊക്കെ പ്രോട്ടോക്കോൾ ഉണ്ടായിരുന്നു. 10 ആൾ, 20 ആൾ, അതിൽ കൂടുതൽ പോവരുത്, കൂടരുത്, ടോക്കൺ വയ്ക്കണം, പോലീസിൽ അറിയിക്കണം, ഇത്ര ആൾക്കാർ ഉണ്ടാവാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല, അതിൽ കൂടുതൽ ആളുകൾ വന്നാൽ കേസെടുക്കുന്നു. പടച്ചോനെ, അങ്ങനത്തെ ഒരു നിയമം നമ്മളെ നാട്ടിൽ വന്നിരുന്നെങ്കിൽ എത്രയോ പാവപ്പെട്ട കുടുംബങ്ങൾ രക്ഷപ്പെട്ടു പോയേനെ. കൊറോണ വരണം എന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം. കാരണം ഇത്രയും ആർപ്പാടങ്ങൾ കാണിക്കുമ്പോൾ അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. പക്ഷെ അതിലെല്ലാ നിരപരാധികളും കൂടെ പെടൂലേ. പക്ഷെ അതുകൊണ്ട് ഞാൻ പറയാം, അങ്ങനത്തെ ഒരു നിയമം നമുക്ക് വന്നിരുന്നെങ്കിൽ എത്രയോ പാവങ്ങൾ രക്ഷപ്പെട്ടു പോയേനെ. അസ്സലാമു അലൈക്കും.